Hello guys, welcome back to my channel Alex Lab. Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഒരു ബ്ലൂ സ്ക്രീനിന്റെ പുറകെ നിൽക്കുന്നു, അപ്പോൾ ഞാൻ ഗ്രീൻ സ്ക്രീനിന്റെ കാര്യം പറയുന്നു, അപ്പോൾ ഇത് തമ്മിൽ ഒരു മാജിക് അല്ലാത്ത രീതിയല്ലേ? ഓക്കെ, നമുക്കപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഗ്രീൻ സ്ക്രീനിന് ഇന്നെ കളർന്നില്ല. ഓക്കെ, നമുക്കിപ്പം ഏത് കളറിലെയും ഗ്രീൻ സ്ക്രീൻ ചെയ്ത് എടുക്കാം, ബട്ട് അതിന്റെ അകത്തൊരു വിഷയമാണ്. അപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടേന്ന് വെച്ചാൽ നമ്മളിപ്പോ ഗ്രീൻ സ്ക്രീൻ ചെയ്യുമ്പോൾ എന്റെ ബോഡി ഫുള്ള് മറിഞ്ഞ് നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആയിരിക്കും. ഇപ്പൊ എന്റെ തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് വിഷയം. അപ്പൊ നമ്മൾ ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേനും അത്രയും കളറ് വരുന്നില്ല. അതുകൊണ്ടായിരിക്കണം നമുക്ക് എല്ലാവരും ഗ്രീൻ സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോ ബ്ലൂയും യൂസ് ചെയ്യാം, കാരണം ബ്ലൂ വെച്ചും ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോ മൂവീസിലാണെങ്കിലും ചില മൂവീസിലൊക്കെ ബ്ലൂ സ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത്, ഞാനിപ്പോ പവർ ഡയറക്ടർ എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചാണ് ഞാനിപ്പം ഗ്രീൻ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ബട്ട് എനിക്ക് രണ്ട് കാര്യം പറയണ്ട. ഒന്ന് നമ്മുടെ ഗീവ് അവേ. ഓക്കെ, നമ്മൾ ഗീവ് അവേ 200 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 200 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് അധികം നമ്മുടെ കുറച്ചും കൂടെ മതി. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നേരെ സബ്സ്ക്രൈബ് ബട്ടൺ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ട് നമ്മൾ ഗീവ് അവേ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം അത് കഴിഞ്ഞുള്ള കാര്യമാണ്, നിങ്ങളിപ്പം ബ്ലൂ സ്ക്രീൻ ചെയ്യുമ്പോൾ ഞാനിപ്പം ഇത്രയും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ വേറൊരു കാര്യം, നിങ്ങൾ നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലൂ സ്ക്രീൻ ചെയ്യുള്ളൂ. കാരണം നമ്മളിപ്പം നിഴലോ ഇല്ലെങ്കിൽ നമ്മുടെ ഷാഡോസ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അത്രയും ഭാഗം നമുക്ക് സ്ക്രീൻ വലിയ തരാം. ഓക്കെ, അത്രയും ഭാഗം നമ്മുടെ നോർമൽ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കും. അത് കാരണം നിങ്ങൾ എപ്പോഴും നല്ല ലൈറ്റ് ഉള്ളിടത്ത് മാത്രമേ ബ്ലൂ സ്ക്രീൻ ചെയ്യാൻ നോക്കാവുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ പവർ ഡയറക്ടർ എന്ന ആപ്പ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്കിപ്പം 60:9 റേഷ്യോ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെ ഓപ്പണായി വന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് വീഡിയോ ആൻഡ് ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇടേണ്ട ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് നമുക്ക് സെർച്ച് ചെയ്തോ ഡൗൺലോഡ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടുന്ന് ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് പോയി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് ഈ ബാക്ക്ഗ്രൗണ്ട് റൺ ആകുന്ന കാണും. അങ്ങനെ വരുമ്പോൾ നമ്മളത് ക്രോപ്പ് ചെയ്ത് കുറച്ച് സൂം ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ നമ്മുടെ അടുത്താണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ അതിന് ലെയറിൽ പോയിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇടേണ്ടത്, അതായത് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ തന്നെ ഇൻട്രോ ആണ് യൂസ് ചെയ്യുന്നത് ഗ്രീൻ സ്ക്രീൻ ആയിട്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ, നമുക്കപ്പം അതിങ്ങനെ ഫ്രണ്ട് പേജ് വന്നിട്ട് നമുക്കത് പയ്യെ സൂം ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ടേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്ത് വേണം നമുക്കത് ഇടാൻ. നമ്മളപ്പോൾ സൂം ചെയ്ത് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രോമാക്കി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ മേളിലായിട്ട് ബ്രഷിൻ്റെ ഒരു ബട്ടൺ കാണും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ഏത് കളറാണോ മാറ്റേണ്ടത് ആ കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെയുള്ള 2 പോയിന്റിൽ മാറ്റി നമുക്ക് അതിൻ്റെ ഡാർക്ക്നെസ്സും തിക്നെസ്സും, അതായത് നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ തിക്നെസ്സൊക്കെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഒക്കെ നമ്മളപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇടയ്ക്കായിട്ട് ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ലൈറ്റിൻ്റെ കുറവുകൊണ്ടാണ്. കാരണം നമ്മൾ ചില സ്ഥലത്തേക്ക് ലൈറ്റ് കറക്റ്റ് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പല സ്ഥലത്തായിട്ട് പെയിൻറ്റ് ബ്രഷ് മാറ്റി നോക്കുക. കാരണം അതനുസരിച്ച് പോയിൻ്റ് മാറുന്നുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലൈറ്റിനെയാണ്. ലൈറ്റ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ എഫക്റ്റ് കുറയും. അത് കാരണം നല്ല ലൈറ്റിങ്ങിൽ മാത്രമേ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ ഇടാനായിട്ട് നമ്മൾ അതേപോലെ ലെയറിൽ പോവുക. അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുക. നമ്മളപ്പം വീഡിയോയുടെ പോയിൻ്റ് ഇടേണ്ടത് നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് വേണം പോയിൻ്റ് ഇടാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് പോയിൻ്റിൽ തന്നെ അവസാനം വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ സൈസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോലെ തന്നെ സൈസിന് ചെയ്തിട്ട് നമുക്ക് ക്രോമാക്കി എടുത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ 2 വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിനി
ഓക്കെ സോ അപ്പോൾ നമുക്ക് അടുത്തായിട്ടൊരു വീഡിയോ ആഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമുക്കപ്പം അത് മേളിലുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് നമ്മളങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ സ്റ്റോക്ക് വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ ഓൺലൈനിൽ നിന്ന് നമ്മളിപ്പോൾ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഓൺലൈനിൽ നിന്ന് വീഡിയോസ് ചെറിയ കട്ട് വീഡിയോസൊക്കെ നമുക്ക് ഈ പവർ ഡയറക്ടറിയിൽ നിന്ന് തന്നെ കിട്ടും. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു ഐസ്മാൻ്റെ ഒരു വീഡിയോയുടെ കട്ട് ഞാനങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പെർഫോമൻസ് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചെറിയ ഡിഫറൻസ് കാണുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം ഇട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കൂടിയിട്ടുള്ള കാരണം നമുക്ക് അധികം എഫക്റ്റ് അറിയുന്നില്ല. ബട്ട് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിയൊക്കെ ഏകദേശം നമുക്ക് പുറയുള്ള ബാക്ക്ഗ്രൗണ്ട് തെളിഞ്ഞു വരുന്നുണ്ട്. വേറെ ഒന്നും കണ്ടില്ല. കാരണം നമുക്ക് മുടിയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൂടെ നമുക്ക് ബ്ലൂ കളർ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ മുടിയുടെ ഭാഗം അത്രയും പോകുന്നത്. ഞാനിപ്പോൾ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, കാരണം അത് നടക്കുന്നില്ല. കാരണം ആ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ലൈറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല മുടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ മുടിയുടെ അത്രയും ഭാഗം കട്ടായി പോകും. അത് കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.